ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 29 ബുധനാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഒരു ഇടിവിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നെങ്കിലും യൂറോപ്യൻ മാർക്കറ്റുകൾ കനത്ത ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. എന്നിരുന്നാലും ഇപ്പോൾ ഓപ്പൺ ചെയ്ത US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് ഒരു 95 മുതൽ 105 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. ഇന്ത്യ വിക്സിലേക്ക് വന്നാൽ ഇന്ത്യ വിക്സ് ഇപ്പോൾ ഉള്ളത് 24 എന്ന റേഞ്ചിലാണ്. വലിയ വോളറ്റാലിറ്റി തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ ഇനി വരുന്ന ദിവസങ്ങളിലും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായ വാർത്തയുണ്ട്. എല്ലാ വാർത്തകളും നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് കമന്റ് ബോക്സിൽ ഇടാനും ശ്രമിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യത്തേത്, റഷ്യയുടെ റോസ്നെഫ്റ്റുമായി എണ്ണ വാങ്ങാൻ റിലയൻസ് കരാറിൽ ഒപ്പുവെച്ചു. റഷ്യയുടെ റോസ്നെഫ്റ്റുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു വർഷത്തെ കരാർ ഒപ്പുവെച്ചു. പ്രതിമാസം 3 ദശലക്ഷം ബാരൽ എണ്ണ വാങ്ങാനാണ് കരാർ. റിലയൻസിന് ഡിസ്കൗണ്ട് നിരക്കിൽ എണ്ണ ലഭിക്കാൻ ഈ ഡീൽ സഹായിക്കും. റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ ഇന്ത്യയാണ്. ഉപരോധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നു. ഏതായാലും റിലയൻസ് ഇൻഡസ്ട്രീസിന് കുറഞ്ഞ നിരക്കിൽ ഓയിൽ ലഭിക്കുന്നത് അവരുടെ റോ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാനും പ്രോഫിറ്റ് മാർജിൻ കൂട്ടാനും സഹായിക്കും. പുറത്തു വന്ന പ്രധാനപ്പെട്ട Q4 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഇയർ ഓൺ ഇയറിൽ നെറ്റ് ലോസ് ആയി 24 കോടി രൂപയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 170.8 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 20.65% വർധനവുണ്ടായിട്ടുണ്ട്. എബിറ്റ 28.5% വർദ്ധിച്ചു. മറ്റൊരു കമ്പനി എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 39.3% ഇടിവാണ് വന്നിരിക്കുന്നത്. റവന്യൂവിൽ 8.5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്ര നല്ലൊരു റിസൾട്ട് അല്ല എഞ്ചിനീയേഴ്സ് ഇന്ത്യ കൊണ്ടുവന്നത്. അടുത്തത് ITI ആണ്. മറ്റൊരു കമ്പനി ITI ആണ്. നെറ്റ് ലോസ് വൈഡൻ ചെയ്തിരിക്കുകയാണ്. 238.8 കോടി രൂപയിലാണ് നെറ്റ് ലോസ് ഉള്ളത്. ഇയർ ഓൺ ഇയറിൽ 72 കോടി രൂപയായിരുന്നു നെറ്റ് ലോസ് ആയി കഴിഞ്ഞ ഇയറിൽ രേഖപ്പെടുത്തിയിരുന്നത്. റവന്യൂവിലും 22.4% ഇടിവ് ഉണ്ടായിട്ടുണ്ട്. അടുത്തത് IRCTC ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 1.9% വർധനവുണ്ടായിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ. റവന്യൂവിൽ 19.7% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡിവിഡൻഡായി കമ്പനി 4 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തത് RR കേബിൾ ആണ്. പ്രോഫിറ്റിൽ 20.6% വർധനവും റവന്യൂവിൽ 15.7% വർധനവും ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് ഇനോക്സ് വിൻഡ് എനർജിയെ സംബന്ധിച്ചതാണ്. പ്രൊമോട്ടർ ഇനോക്സ് വിൻഡ് എനർജി കമ്പനിയിലെ 5.5 കോടി ഇക്വിറ്റി ഷെയറുകൾ ഒരു ഷെയറിന് ശരാശരി 150.58 കോടി രൂപയ്ക്കും 50 ലക്ഷം ഓഹരികൾ ഒരു ഷെയറിന് ശരാശരി 152.52 രൂപയ്ക്കും വിറ്റു എന്നൊരു വാർത്ത. ഇന്നത്തെ Q4 റിസൾട്ടുകളിലേക്ക് ഏകദേശം 550 കമ്പനികൾക്ക് മുകളിലായിട്ടുള്ള റിസൾട്ടാണ് ഇന്ന് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രമാണ് പറയുന്നത്. ടാറ്റ സ്റ്റീൽ, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, ആൽക്കെയിം ലബോറട്ടറീസ്, ബാറ്റ ഇന്ത്യ, കുമിൻസ് ഇന്ത്യ, ദീപക് ഫെർട്ടിലൈസേഴ്സ്, പെട്രോ കെമിക്കൽസ്, ഇമാമി, GMR എയർപോർട്ട് ഇൻഫ്ര, ഇൻഡിജീൻ, IPK ലാബ്, ജൂബിലന്റ് ഫാർമോവ, ലെമൺ ട്രീ ഹോട്ടൽസ്, മസ്ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, സംവർദ്ധ മദർസൺ, ശ്രീ രേണുക ഷുഗേഴ്സ് എന്നിവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബയോകോൺ, ഹിന്ദുസ്ഥാൻ കോപ്പർ, വോഡാഫോൺ ഐഡിയ, പിരാമൽ എന്റർപ്രൈസസ് തുടങ്ങിയ കമ്പനികളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന 10 മണിക്കാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. ഇനി ആ സമയത്ത് ഞങ്ങളുടെ ലൈവിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, അതുപോലെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണം എന്നുമുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷണൽ മീറ്റപ്പിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ തന്നെ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിലും ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഹൈലൈറ്റ്സിലേക്ക്. ഇന്ത്യ വിക്സ് 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സെൻസെക്സിൽ പവർ ഗ്രിഡ്, NTPC, ടെക്കം, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ് എന്നിവ ഇന്നലെ ഇടിയുകയുണ്ടായി. ഏഷ്യൻ പെയിന്റ്സ്, വിപ്രോ, HUL തുടങ്ങിയ കമ്പനികളാണ് നേട്ടമുണ്ടാക്കിയത്. ഫാർമ, ഹെൽത്ത് കെയർ ഇൻഡെക്സുകൾ നേട്ടത്തിലായിരുന്നു. നിഫ്റ്റിയിലേക്ക് 22,888 44 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഇന്നലെയും ഒരു സൈഡ് വേസിൽ തന്നെയായിരുന്നു.
തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ക്രൂഷ്യലായ 22,900 താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത് എന്നത് ഒരു നെഗറ്റിവിറ്റി തന്നെയാണ്. നിഫ്റ്റിയുടെ വളരെ ക്രൂഷ്യലായ 22,750 മുതൽ 22,800 വരെയുള്ള ബ്രേക്ക്ഔട്ട് സോൺ ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഡൗൺ സൈഡിൽ 22,800 ലെവലിൽ 40 ഹവർ മൂവിംഗ് ആവറേജ് കൂടിയുണ്ട്. അതുകൊണ്ട് ആ ലെവലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും നിഫ്റ്റി എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് എന്നത് ഇപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിഫ്റ്റിയിൽ നിലനിർത്തുന്നു. ഇന്ത്യ വിക്സ് വളരെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു നല്ല വൊളറ്റാലിറ്റിക്കുള്ള സാധ്യതയാണ് ഇനി വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ കാണാൻ കഴിയുക. അടുത്തത് ഡേ ക്യാൻഡിൽ. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 23,500 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 23,100 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,000 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 140 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഒരു ക്ലിയർ റിവേഴ്സലായി ഇത് കണക്കാക്കാൻ കഴിയില്ല. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ഇന്നലെ നടന്നതും. ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിൽ 49,350 മുതൽ 49,500 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ 49,000 മുതൽ 48,800 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സോണാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം പുട്ട് സൈഡിൽ 48,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. കോൾ സൈഡിൽ 50,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,900-ലും അതിനുശേഷം 49,500-ലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് ഇപ്പോൾ ഇന്ത്യ വിക്സ് തന്നെയാണ് ഹീറോ ആയി നിൽക്കുന്നത്. കാരണം ഫ്രഷ് 2 ഇയർ ഹൈയിലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് ഉള്ളത്. കൂടാതെ ഇനി വരുന്നത് വ്യാഴാഴ്ച മന്ത്ലി F&O എക്സ്പയറിയും ശനിയാഴ്ച ലോക്സഭ ഇലക്ഷന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളും വരും. അതുകൊണ്ട് വലിയ വൊളറ്റാലിറ്റി തന്നെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്ക് ആദ്യം മുത്തൂറ്റ് ഫിനാൻസ് ആണ്. മെയ് 8-ന് 1689-ലാണ് എൻട്രി എടുക്കുന്നത്. 1763 വരെ സ്റ്റോക്ക് അപ്പായി 4.2% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് അമർ രാജ ബാറ്ററീസ് ആയിരുന്നു. മെയ് 24-ന് 1163-ൽ എൻട്രി എടുത്തു. 1277 വരെ അപ്പായി 8.9%-മാണ് ഉയർന്നത്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. നല്ല പ്രോഫിറ്റിലേക്ക് ഉയർന്ന മറ്റ് സ്റ്റോക്കുകൾ എക്സൈഡ് ഇൻഡസ്ട്രീസ് മെയ് 24-ന് 482-ലായിരുന്നു പറഞ്ഞത്. 517.4 വരെയാണ് അപ്പായത്. 6.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് പാരാസ് ഡിഫൻസ് ആയിരുന്നു. മെയ് 23-ന് 868-ലാണ് എൻട്രി എടുക്കുന്നത്. 919 വരെ അപ്പായി 5.5%-മാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുന്നത്. അടുത്തത് ISGEC ഹെവി എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ്. മെയ് 23-ന് 1185-ൽ എൻട്രി എടുത്തു. 1225 വരെയാണ് അപ്പായത്. 3.3% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് മാൻകൈൻഡ് ഫാർമയാണ്. ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 2,117 രൂപയാണ്. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 2,250-ഉം സെക്കൻഡ് ടാർഗറ്റ് 2,280-ഉമാണ്. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 10 മുതൽ 15% വരെ സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. ഈ സ്റ്റോക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല എന്ന് പറയട്ടെ. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS അവരുടെ സെല്ലിംഗ് കുറച്ച് വന്ന് ഇപ്പോൾ ബൈയിങ്ങിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ഇന്നലെ FIS 65 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIs ആവട്ടെ 3,231 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. മെയ് മാസം തുടക്കത്തിൽ 6,000 മുതൽ 7,000 കോടി രൂപ വരെ സെല്ല് ചെയ്തിരുന്ന FIS പിന്നീട് അത് 4,000 മുതൽ 3,000 കോടിയിലേക്കൊക്കെ കുറച്ച് ഇപ്പോൾ അത് ബൈയിങ്ങിലേക്ക് തിരികെ വന്നു എന്നത് നമുക്ക് വളരെ പോസിറ്റീവായി തന്നെ കാണാം. US മാർക്കറ്റുകൾ നാസ്ഡാക്ക് പുതിയ ഓൾ ടൈം ഹൈ ലെവൽ ടച്ച് ചെയ്തു. ഇന്നലെ 17,000-ന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചു. നാസ്ഡാക്ക് 0.59% ഇന്നലെ ഉയർന്നത്. S&P 500 0.02% നേട്ടത്തിലും ഡൗ ജോൺസ് 0.55% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്യുന്നത്. എൻവിദിയ 7% ഉയർന്നതാണ് നാസ്ഡാക്കിന്റെ റാലിക്ക് തുണയായത്. പക്ഷേ ഇന്നലെ മറ്റ് 2 ഇൻഡെക്സുകളും ഇടിയാനുള്ള ഒരു കാരണമുണ്ടായത് ഇന്നലെ പുറത്തു വന്ന റിസൾട്ടുകൾക്ക് ശേഷം US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.55-ലേക്ക് ഉയർന്നതാണ് US മാർക്കറ്റുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോകാനുള്ള കാരണമായത്. കൂടാതെ CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ വെറും 46%-മാണ്. ഒരാഴ്ച മുൻപ് അത് 50%-ആയിരുന്നു.
US മാർക്കറ്റിന്റെ മെയ് മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ ശക്തമായ ക്വാർട്ടർലി റിസൾട്ടുകളും സോഫ്റ്റ് ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്കും ശേഷം മെയ് മാസം US മാർക്കറ്റുകൾ ഒരു പോസിറ്റീവ് ക്ലോസിന് ഒരുങ്ങുകയാണ്. S&P 500 5.4% ഉയർന്നത്. ഡൗ ജോൺസ് 2.7%, നാസ്ഡാക്ക് 8.7% നേട്ടവും മെയ് മാസത്തിൽ കൈവരിച്ചു. ഇതുകൂടാതെ ഈ ആഴ്ച നിക്ഷേപകർ കാത്തിരിക്കുന്നത് US പണപ്പെരുപ്പ ഡാറ്റയ്ക്കായിട്ടാണ്. ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കുമോ എന്ന പ്രതീക്ഷകളെ ഇത് സ്വാധീനിക്കുകയും ചെയ്യും. പേഴ്സണൽ കൺസംപ്ഷൻ ഡാറ്റയാണ് ഏപ്രിൽ മാസത്തെ പുറത്തു വരുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവിൽ തന്നെയായിരുന്നു. ഡോക്ടർ റെഡ്ഡി മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് 2% നേട്ടത്തിൽ. ഇൻഫോസിസ് 0.17% ഇടിഞ്ഞപ്പോൾ വിപ്രോ 1.38% ഇടിഞ്ഞത്. ICICI ബാങ്ക് 1.80% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.38% ഇടിവും രേഖപ്പെടുത്തി. മേക്ക് മൈ ട്രിപ്പ് 1.70% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.22% ഇടിവിലും S&P 500 0.16%, നാസ്ഡാക്കും 0.16% തന്നെ ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE തിങ്കളാഴ്ച അവധിക്ക് ശേഷം ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 0.76% ഇന്നലെ ഇടിഞ്ഞത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.92% ഇടിയുകയുണ്ടായി. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.52% ഇടിഞ്ഞു. സ്റ്റോക്ക് 600 0.6% ഇടിവും രേഖപ്പെടുത്തി. ട്രാവൽ സ്റ്റോക്കുകൾ 2.5% നഷ്ടവും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും ഇടിവിൽ തന്നെയാണ്. ഡാക്സ് 0.06% ഇടിവിലും, CAC 0.09% ഇടിവിലും, FTSE 0.10% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നൊരു മിക്സഡ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിക്ഷേപകർ ഓസ്ട്രേലിയയിൽ നിന്നും ഏപ്രിൽ മാസത്തെ പണപ്പെരുപ്പ സംഖ്യകൾ വിലയിരുത്തും. മാർച്ചിൽ 3.5 നിന്ന് ഏപ്രിലിൽ 3.4 കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ ഒരു ഫോളിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,838.50 എന്ന നിലയിലാണ്. 78 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഒരു 95 മുതൽ 105 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. മറ്റു മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 0.24% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.18% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.10% ഇടിവിലും, ഹോങ്കോങ് മാർക്കറ്റ് 0.86% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ജൂൺ 2 വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒപെക് പ്ലസ് മീറ്റിംഗിൽ വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ കഴിഞ്ഞ ആഴ്ച നഷ്ടം രേഖപ്പെടുത്തിയതിന് ശേഷം US ക്രൂഡ് ഓയിൽ ഇന്നലെ ചൊവ്വാഴ്ച ഏകദേശം 3% നേട്ടം കൈവരിച്ചു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് $84.4 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.08% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $80.18 പെർ ബാരൽ എന്ന നിലയിലാണ്. 80 മാർക്കിലേക്ക് തിരിച്ച് WTI എത്തിയിരിക്കുന്നു. 0.44% നേട്ടത്തിൽ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.